ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Gospel of Matthew chapter 26 verse 39. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവജനമേ, ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെങ്കടൽ രണ്ടായി പിളർന്നതല്ല, യെരിഹോ മതിൽ തകർന്നു വീണതല്ല, യോദാന്റെ പിളർച്ചയല്ല, 40 വർഷം മരുഭൂമിയിൽ ഇസ്രയേലിനെ സർവശക്തനായവൻ പരിപോഷിപ്പിച്ച വഴികളല്ല, സിംഹക്കുഴിയിൽ ദാനിയേലിനെ രക്ഷിക്കുവാൻ കർത്താവ് ഇറങ്ങിച്ചെന്നതല്ല, തീയുടെ ബലം കെടുത്തിയ സർവശക്തന്റെ മഹാശക്തിയല്ല. പിന്നെ എന്താണെന്നറിയാമോ? ലോകത്തിൽ സംഭവിച്ച പ്രപഞ്ചം കണ്ട ഉൽപ്പത്തി മുതൽ ഇന്നയോളം പ്രപഞ്ചം ദർശിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന അത്യുന്നതനായ അദൃശ്യനായ ആത്മാവാകുന്ന സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നതാണ്. കൊലോസ്യ ലേഖനം 2:9 പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. In him dwells the fullness of Godhead in bodily. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. താഴേക്ക് വായിച്ചു വരുമ്പോൾ 14-ാമത്തെ വാക്യം പറയുന്നു, ദൈവമായിരുന്ന ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1:3 പറയുന്നു, അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു. And he is the hinges on which the history turns around. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിങ്കലേക്ക് മനുഷ്യന് മടങ്ങി ചെല്ലുവാനുള്ള ഏക വഴി സർവശക്തനായ ക്രിസ്തു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് കർത്താവിന്റെ മനുഷ്യ അവതാരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവജനമേ, നാം അറിയേണ്ടതിന്റെ എത്ര ശതമാനം നാം അറിഞ്ഞിട്ടുണ്ട്? ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ കുറിച്ച് എത്ര ശതമാനം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? കർത്താവ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ഇന്നത്തെ ഗോസ്പൽ മീറ്റിങ്ങിന് വേണ്ടി ദൈവവചനം തയ്യാറാക്കുവാൻ തക്കൊണ്ട് ഞാൻ ഇരുന്നപ്പോൾ, ഞാൻ അതിനായി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു, ആരോ ഒരാൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റർ എൻ്റെ ചിന്തയിലേക്ക് വന്നു പെട്ടെന്ന്. ഏത് ദൈവദാസന്റെ കൊട്ടേഷനാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ എഴുതിയിരിക്കുന്നു, വൈ ഡു യു ലവ് ക്രൈസ്റ്റ്? If you love Christ for anything other than what he has done on the cross, you are an idolater. നിങ്ങൾ എന്തിനാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? അവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലാതെ, ആ കാരണത്തിനല്ലാതെ മറ്റെന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു വിഗ്രഹാരാധിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട ആ കർത്താവായ യേശുവിനെ നാം സ്നേഹിക്കുന്നത് നമുക്ക് സൗഖ്യം ലഭിച്ചത് കൊണ്ടാണോ? നമ്മുടെ സാമ്പത്തിക കടഭാരങ്ങളെ നീക്കിയത് കൊണ്ടാണോ? വലിയ പ്രതിസന്ധികൾ നമ്മുടെ വിടുവിച്ചത് കൊണ്ടാണോ? അതുപോകട്ടെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തന്നതുകൊണ്ടാണോ?
കർത്താവ് ക്രൂശിൽ നിർവഹിച്ചതിന്, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി അല്ലാതെ മറ്റെന്തെങ്കിലുമാണ് അവിടുത്തോടുള്ള സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രദർ പോൾ വാഷർ ആണെന്ന് തോന്നുന്നു ആ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. മറ്റെന്തെങ്കിലുമാണ് ഈ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ നമ്മുടെ കർത്താവായി കാണുവാൻ തക്കവണ്ണം നമ്മളെ ഉദ്യമിപ്പിക്കുന്നതെങ്കിൽ നമ്മളൊരു വിഗ്രഹാരാധിയാണ്. അതിന്റെ അർത്ഥം ആ ദൈവദാസന് കൊടുത്ത കാഴ്ചപ്പാട് ഇതാണ്: നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കുവാൻ, അത്യുന്നതനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കാരണമാക്കേണ്ടത് സർവശക്തൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയാണ്. അതെന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കാനായി തുടങ്ങി. അങ്ങനെ ആ ദൈവകൃപയിൽ ഇന്നത്തെ മെസ്സേജ് തയ്യാറാക്കുവാൻ തക്കവണ്ണം എനിക്കിടയായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ച വേദഭാഗം നോക്കിക്കേ. കർത്താവ് താൻ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ രാത്രിയില് തന്റെ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ട് ഗെത്സമന തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ കേട്ടത്. ഇത് ഒരു പ്രാവശ്യമല്ല പ്രാർത്ഥിച്ചത്. 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ന്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 3 പ്രാവശ്യം ഒരേ പ്രാർത്ഥന തന്നെ കർത്താവ് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ദൈവവചനം പഠിച്ചതനുസരിച്ച് നോക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും ഒരേ പ്രാർത്ഥന കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ഉണ്ടെന്ന്. നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് സംഭവിക്കും. അവിടുന്ന് ദൈവമാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിലേക്ക് നോക്കിക്കേ, 3 പ്രാവശ്യം ഒരേ പ്രാർത്ഥന തന്നെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഒരേ ആവശ്യം പലതവണ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഹി ഡെസ്പറേറ്റ്ലി നീഡ്സ് ഇറ്റ്. വളരെയേറെ അത്യാവശ്യമാണ്. അത് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധ പിതാവിനോട് പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ ഓ ലോർഡ്. തന്റെ ജീവിതം മുഴുവനൊന്ന് പരിശോധിച്ചേ. ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ഹിസ്റ്റോറിയനും ഒരു ചരിത്രകാരനും അറിഞ്ഞില്ല ഈ യേശു ജനിച്ചത്. ലോകത്തിൽ മഹാനുഭാവന്മാരുടെ, രാജാക്കന്മാരുടെ അവരുടെ ജനന തീയതിയൊക്കെയും ലോകത്തിൽ റെക്കോർഡുകളിലുണ്ട്. എന്തിന്? എന്റെ മക്കളുടെ ജനന തീയതി എനിക്കറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളുടെ ജനന തീയതി നിങ്ങൾക്കറിയാം. സർവശക്തനായ ദൈവം മനുഷ്യന്റെ രക്ഷകനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് ജനിച്ചത് എന്നെന്ന് റെക്കോർഡ് ചെയ്യുവാൻ ദൈവം ഒരു ചരിത്രകാരനെയും അനുവദിച്ചില്ല. അവിടുന്ന് 30 വർഷക്കാലം പാലസ്തീനിലൂടെ നടന്നിട്ടും ലോകത്തിൽ ഒരുവനും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അവൻ സർവശക്തനായ ദൈവമാണെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ പല തെളിവുകളിൽ ഒന്നാണ് ഇവിടെ. തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അതിന്റെ അർത്ഥം പൂർണ്ണ മനുഷ്യനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ പാനപാത്രത്തെ ഭയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അവിടത്തേക്ക് നന്നായിട്ട് അറിയാം. അവിടുന്ന് കടന്നു പോകേണ്ട സകല വഴികളും, അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഓരോ നിമിഷവും വ്യക്തമായി അവിടുന്ന് മുന്നമേ കണ്ട കർത്താവാണ്. അതിന് തയ്യാറായി ഇറങ്ങി വന്ന കർത്താവാണ്. അപ്പോൾ ഒന്നും തന്നെ കർത്താവിന് പുതുമയല്ല. ഇപ്പോൾ വ്യക്തമായി നാളെ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ? എന്താണ് ആ പാനപാത്രം? What was that cup Jesus was about to drink? Was it the fear that he was foreseeing what was going to happen to him on the cross of Calvary? കർത്താവിന് ക്രൂശിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തവൻ ഭയപ്പെട്ടതാണോ? തന്റെ കൈകളിൽ അടിക്കപ്പെടുവാൻ പോകുന്ന ആണികളെ അവൻ ഭയപ്പെട്ടോ? തന്റെ തലയിൽ വെക്കുവാൻ പോകുന്ന മുൾക്കിരീടത്തെ അവിടുന്ന് ഭയപ്പെട്ടോ?
തന്റെ താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെടുന്നത്, താൻ നഗ്നനാക്കപ്പെടുന്നത്, തന്റെ ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോകുന്നത്, സകലരുടെയും മുമ്പിൽ താൻ കുറ്റവാളിയായി തലകുനിച്ച് ക്രൂശിൻ ചുമന്നുകൊണ്ട് ആ തെരുവീതിയുടെ ഗോൽഗോത്ത മലയിലേക്ക് താൻ വലിഞ്ഞു നീങ്ങുന്നത്, ഇതൊക്കെയാണോ കർത്താവിനെ ഭയപ്പെടുത്തിയത്? ഇതൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയാണോ കർത്താവ് പ്രാർത്ഥിച്ചത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, this is a message of the cross, and message of the cross is the center of the gospel of God. കർത്താവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ് കുരിശിന്റെ സന്ദേശം. അനേകർ ഇത് കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ പ്രസംഗിക്കുവാനോ തയ്യാറാകുന്നില്ല. കാരണം it demands a change on our part. ക്രൂശിന്റെ സന്ദേശം കേൾക്കുമ്പോൾ നാം മാറ്റപ്പെടേണ്ടതായി വരും. ക്രൂശിന്റെ സന്ദേശം കേൾക്കുമ്പോൾ സ്വർഗം നമുക്ക് കൊടുത്ത വില അവിടെ തിരിച്ചറിയാൻ പറ്റും. എന്താണ് കർത്താവ് ഭയപ്പെട്ട പാനപാത്രം? നാം വളരെ ശ്രദ്ധിക്കണമേ. Was it a physical suffering that he was afraid of? ഭൗതികമായി താൻ അറിയാൻ പോകുന്ന, താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടപ്പാടുകളായിരുന്നുവോ ആ പാനപാത്രത്തെ കുറിച്ച് കർത്താവിനെ ഓർമ്മിപ്പിച്ചത്? താൻ കാൽവറി ക്രൂശിൽ മരിച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ ആ വേദന താൻ സഹിക്കേണ്ടി വരുന്നത്, ആണി അടിക്കുമ്പോഴുള്ള വേദന, നഗ്നനാക്കപ്പെടുമ്പോഴുള്ള ലജ്ജ, ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോകുമ്പോഴുള്ള ആ വേദന, പീലാത്തോസിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോഴുള്ളത്, ചാട്ടവാറ് കൊണ്ട് തന്റെ പുറത്ത് അടിയേൽക്കുമ്പോൾ തന്റെ ശരീരത്തിലെ മാംസപേശികൾ അടർന്നു മാറുമ്പോഴുള്ള ആ വേദന, ഇതൊക്കെയാണോ കർത്താവിനെ ഭയപ്പെടുത്തിയത്? അല്ല സഹോദരങ്ങളെ. കാരണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ തന്റെ ശിഷ്യരോട് കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും എല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് സകല തിന്മയും കളവായി ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകെ കൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേയുള്ള പ്രവാചകന്മാരെയും അവർ ഇങ്ങനെ ഉപദ്രവിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. തന്റെ ശിഷ്യന്മാർക്ക് വരുവാൻ പോകുന്ന മഹാ ഉപദ്രവത്തെ കുറിച്ച് മുന്നമേ അവരോട് പറഞ്ഞവരെ ബലപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മനോഹരമായ ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5. അപ്പോസ്തലന്മാർ യേശുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതാണ്. അവരുടെ വസ്ത്രങ്ങൾ പറിച്ചുരിയപ്പെട്ടു, അവരെ ചാട്ടവാറുകൾ കൊണ്ട് അടിപ്പിച്ചു, അവരെ നിന്ദിക്കപ്പെട്ടു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. എന്നിട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ അതിന്റെ അവസാന ഭാഗം ഒരു 41-ാമത്തെ വാക്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. തിരുനാമത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ, തങ്ങളുടെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ് തങ്ങളുടെ ശരീരം മുഴുവനും പൊട്ടി ചോര ഒഴുകി ലജ്ജിക്കപ്പെട്ടവരായവർ ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖത്തിൽ ലജ്ജയല്ല, സന്തോഷമായിരുന്നു. അവർ സന്തോഷിച്ചുല്ലസിക്കുകയായിരുന്നു. എന്ത്? തിരുനാമത്തിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം യോഗ്യരായി എണ്ണപ്പെടുകയാൽ. ഇറ്റ് വാസ് എ പ്രിവിലേജ് ഫോർ ദം ടു സഫർ ഫോർ ക്രൈസ്റ്റ്. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ വെറും കൃമികളെ പോലെ വിലയില്ലാത്ത നമ്മൾക്ക് 1-ാം നൂറ്റാണ്ട് മുതൽ മുന്നോട്ട് 3-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ ഈവൺ ഓൾ ത്രൂ ദ സെഞ്ചുറീസ്, നമ്മളൊന്ന് നോക്കിക്കേ, എത്രയോ ഭക്തന്മാരാണ് കർത്താവിന് വേണ്ടി മരണം വരിച്ചത്, പീഡനം അനുഭവിച്ചത്, നിന്ന് ചുമന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ നോക്കുമ്പോൾ ആ മഹാപീഡന കാലത്ത് ദൈവത്തിന്റെ സഭ സ്ഥാപിതമായ സമയം, അതിനുവേണ്ടി വലിയൊരു വില ഭക്തന്മാർ കൊടുക്കേണ്ട സമയം ഒന്നോർത്തെ. സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെട്ടവരുണ്ട്, തിളച്ച എണ്ണയ്ക്കകത്ത് പൊരിഞ്ഞവരുണ്ട്, കച്ചി ചേർത്ത് വെച്ച് തീ കത്തപ്പെട്ടവരുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും അംഗച്ഛേദം ചെയ്തവരുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ് പെർസിക്യൂഷൻ എന്ന് വല്ലതും ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കും ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾ എഴുതി വെച്ചിരിക്കുന്നത്.
അവരുടെ കൈകളും കാലുകളും ഒക്കെ തീക്കകത്തിട്ട് കത്തിക്കുമായിരുന്നു. എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. എന്തിന്? വേദന കുറെ കൂടെ നീണ്ടു നിൽക്കാൻ തക്കവണ്ണം. ഞാൻ ചോദിക്കുന്ന ഇതാ സഹോദരങ്ങളെ, തന്റെ ശിഷ്യൻ ഇതിലൂടെ കടന്നു പോയിട്ട് അവർ ഭയപ്പെട്ടില്ലെങ്കിൽ, ഈ മഹാപീഡനങ്ങളിലൂടെ കടന്നു പോകുവാൻ ഹല്ലേലൂയ പറഞ്ഞ് ഈ വെറും നിസ്സാരരും സാധുക്കളുമായ മനുഷ്യർ ഈ കർത്താവിന് ഇത്രമാത്രം സ്നേഹത്തോടെ ഹല്ലേലൂയ സ്വീകരിച്ച് ധൈര്യത്തോടെ നിത്യതയ്ക്ക് വേണ്ടി ഈ പാടുകളുടെയും പങ്കപ്പാടുകളുടെയും ഉപദ്രവങ്ങളുടെയും മധ്യത്തിലൂടെ സന്തോഷത്തോടെ കടന്നു പോകുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ, അവരുടെ നാഥനായ ക്രിസ്തു മരണത്തെ ഭയപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ ദാറ്റ് വാസ് നോട്ട് ദ വൺ വിച്ച് വാസ് ഇൻ ദ കപ്പ്. അപ്പോൾ താൻ അനുഭവിക്കുവാൻ പോകുന്ന ഭൗതികമായ ഉപദ്രവങ്ങളായിരുന്നില്ല നമ്മുടെ കർത്താവ് ഭയപ്പെട്ട പാനപാത്രം എന്ന് പറയുന്നത്. എന്താണ് ആ പാനപാത്രം? ആ പാനപാത്രം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ പാനപാത്രത്തെ കുറിച്ചൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു ദൈവവചനത്തിൽ. വാട്ട് ഈസ് എ കപ്പ് ഇൻ ദ സ്ക്രിപ്ചർ? ദൈവവചനത്തിൽ നോക്കി ഈ സ്ക്രിപ്ചറിനകത്ത് കപ്പ് എന്താണെന്നുള്ളത്, പാനപാത്രം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാൻ നോക്കിയപ്പോൾ പലയിടത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സമയത്തിന്റെ ചുരുക്കം കാരണം 1-2 എണ്ണം മാത്രം ഞാനൊന്ന് പിക്ക് ചെയ്തു. ഒന്ന്, സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 75-ാം സങ്കീർത്തനം, 75-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങൾ. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിനെ മട്ട് വലിച്ചു കുടിക്കും. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ wrath of God. ദൈവത്തിന്റെ മഹാകോപത്തെ കാണിക്കുന്നതാണ് ദൈവത്തിന്റെ പാനപാത്രം. ദ wrath of God. ദൈവത്തിന്റെ കോപത്തെ കാണിക്കുന്നു ദൈവത്തിന്റെ പാനപാത്രം. മറ്റൊരു വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തില് 15 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളിച്ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക. അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും. This is again it says about a cup which the Lord is holding. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? താൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം ദൈവത്തിന്റെ കോപാഗ്നിയാണ്. ദൈവത്തിന്റെ ക്രോധത്തിന് താൻ ഇരയായിത്തീരും. ദൈവത്തിന്റെ കോപം തന്റെ മീതേലേക്ക് വരും. തന്റെ പിതാവിന്റെ കോപം തന്റെ ജീവിതത്തിൽ തന്റെ മുമ്പിൽ താൻ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന്റെ കോപം വഹിക്കുക, ദൈവത്തിന്റെ ക്രോധം വഹിക്കുക. കാരണം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഹല്ലേലൂയ കടന്നു പോകുന്ന ക്രൂശിന്റെ അനുഭവത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ദൈവക്രോധം, ദൈവകോപം ഒരു മനുഷ്യന്റെ മാത്രമല്ല, അനേക കോടി മനുഷ്യരുടെ മേലുള്ള ദൈവത്തിന്റെ കോപം താൻ ഒരുവൻ അനുഭവിക്കേണ്ടി വരിക. ഇന്നത്തെ രാത്രി വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. അസംഖ്യ കോടി ദൂതന്മാർക്ക് ചെയ്യുവാൻ കഴിയാത്തതാണ് യേശു ചെയ്തത്. അനേക കോടി ഭക്തന്മാർക്ക് ചെയ്യുവാൻ കഴിയാത്തതാണ് യേശു ചെയ്തത്. കാരണം മനുഷ്യർക്ക് വേണ്ടി വില കൊടുത്ത് മനുഷ്യന് പകരമായി ഒരുവൻ മരിക്കണമെങ്കിൽ അവൻ മനുഷ്യനായിരിക്കണം, ദൂതന് പറ്റത്തില്ല. അല്ലെങ്കിൽ തങ്ങളുടെ ആരാധനാപാത്രമായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ മരിക്കുവാൻ സ്വർഗത്തിലെ ഒരു ദൂതനും സമ്മതിക്കത്തില്ലായിരുന്നു. എത്ര ശ്രേഷ്ഠനായ ദൂതനായാലും ശരി, ആ ദൂതൻ ഒരു ഉറപ്പുണ്ട്, ഞാൻ വെറും ഒരു ദൂതൻ മാത്രമാണ്, എനിക്ക് മനുഷ്യനായി മാറുവാൻ കഴിയില്ലെന്ന്. ആദം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത്, യഹോവയുടെ ഇഷ്ടം ചെയ്ത് യഹോവയ്ക്ക് വേണ്ടി ജീവിച്ച അനേക ഭക്തന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരിലാരും മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ തക്കവണ്ണം പാപമില്ലാത്തവനായി കാണപ്പെട്ടില്ല. കാരണം റോമാലേഖനം 3:24 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
ഒരേ ഒരു വഴി മാത്രമേ സർവശക്തന്റെ മുമ്പിലുള്ളൂ. മനുഷ്യനെ റിപ്രസെന്റ് ചെയ്യുവാൻ, മനുഷ്യന്റെ പ്രതിനിധിയായി മനുഷ്യന് വേണ്ടി മരിക്കുവാൻ താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരിക. അങ്ങനെയാ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് പൂർണ്ണ മനുഷ്യനായി വന്നത്. സർവശക്തനായ ദൈവം പൂർണ്ണ മനുഷ്യനായി വന്നത്. 1 തീമോത്തി 2:5 പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവിടുന്ന് മനുഷ്യനായ ക്രിസ്തുയേശുവാണ്. He was God man. He was God man. God turned to be man. അപ്പൊ പ്രാരംഭമായി ഞാനൊരു കാര്യം പറയട്ടെ. ദൈവവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകാം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എങ്ങനെയാണ് അസംഖ്യ കോടി മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മരിച്ചത് മനുഷ്യനാണെങ്കിലും അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻഫിനിറ്റ്. അവൻ അനന്തമായ നിത്യനായ ദൈവമാണ്. നിത്യനായ ദൈവം എന്ന് പറഞ്ഞ അസംഖ്യ കോടി ജനിച്ച മനുഷ്യരും ജീവിച്ച മനുഷ്യരും ഇനി ജനിക്കുവാനുള്ള മനുഷ്യരും എല്ലാവരും കൂടെ കൂടിയാലും ക്രിസ്തുവിനോളം ആവില്ല. He will outweigh every creation put together. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഒരു ഇല്ലിസ്ട്രേഷൻ പറയാൻ വേണ്ടി എന്റെ മനസ്സ് ഒത്തിരി ചിന്തിച്ചു. കാരണം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോഴെന്റെ മനസ്സിലേക്ക് വന്ന ഒരു പിക്ചർ ഞാൻ നിങ്ങളോട് പറയാം. I don't know to what extent this can explain the truth which I want to speak to you. നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന സത്യത്തെ എത്രമാത്രം ഇത് പോർട്രേ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും പറയുക. ഹാവ് യു സീൻ മേഫ്ലൈസ്? മേഫ്ലൈസിനെ കണ്ടിട്ടുണ്ടോ? നാട്ടിലെ തുമ്പി എന്ന് പറയും, പറന്നു നടക്കുന്ന തുമ്പി. ആ തുമ്പിയുടെ സ്പാൻ ഓഫ് ലൈഫ് അറിയാമോ? എത്ര അതിന്റെ ജീവിത ദൈർഘ്യം എത്ര എന്നറിയാമോ? ഹൗ ലോങ് എ മേഫ്ലൈ ലീവ്സ് നിങ്ങൾക്ക് അറിയാമോ? മുട്ടയിട്ടതിന് ശേഷം ആ ഫീമെയിൽ ഫ്ലൈ ജീവിക്കുന്നത് ലെസ് ദാൻ 5 minutes. അതിന്റെ ലൈഫ് ലെസ് ദാൻ 5 minutes. മെയിൽ ഫ്ലൈ ജീവിക്കുന്നത് അപ് ടു 24 hours. Now you know the lifespan of a mayfly is maximum 24 hours, അല്ലേ? ഈ മേഫ്ലൈക്ക് വേണ്ടി 100 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മേഫ്ലൈസിന് വേണ്ടിയായിരിക്കും മരിക്കുന്നു എന്ന് പറഞ്ഞു? The life of how many mayflies can include in the life of a man who lives up to 100 years age? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യൻ അസംഖ്യ കോടി മേഫ്ലൈസിന് വേണ്ടി മരിക്കാൻ പറ്റിയേക്കാം. കാരണം അയാളുടെ ആയുസ് നോക്കുമ്പോൾ ഒരു മേഫ്ലൈയുടെ ആയുസ് 5 minutes ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ മേഫ്ലൈസിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി ഐ ഡോണ്ട് നോ ഹൗ മെനി. ഇറ്റ് ഈസ് ഈസി. നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ അറിയാം. പ്രത്യേകിച്ച് കാൽക്കുലേറ്റർ ഉള്ളപ്പോഴും നോക്കിയാൽ മതി. 100 years into 365 you will get the number of days divided by 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണെന്ന് അറിയാം. So you can do it and see how many mayflies can come into that lifespan. Now that apply that simple truth to God. God is infinite. God is infinite. Christ, the life of Christ is infinite. When Christ suffers for 3 hours, that means God in his sovereignty, God in his infinity, suffering it for 3 hours, that can contain the whole lives of millions and millions and millions and millions and trillions of human beings put together. മനസ്സിലായോ ദൈവജനമേ? കാരണം കർത്താവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് there's no beginning and there's no end. So in him he can include everyone who was born from the beginning up until the end. Still ബാക്കി കിടക്കുക. പിന്നെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഈ പാനപാത്രത്തിലേക്ക് വരാം. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങളോട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗ്രഹിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, ഈ മെസ്സേജ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മറ്റൊന്നിനും വേണ്ടി കർത്താവിനെ സ്തുതിക്കത്തില്ല. നമ്മൾ ഒന്നിനു വേണ്ടി മാത്രമേ സ്തുതിക്കൂ.
എനിക്ക് പകരമായി അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പകരമായി ഞാൻ മരിക്കേണ്ടയിടത്ത്, ദൈവകോപത്തിന്റെ കീഴിൽ ഞാൻ ചതഞ്ഞരയേണ്ടയിടത്ത്, അഗ്നിയിൽ ഞാൻ എരിയേണ്ടയിടത്ത്, ദൈവകോപത്തിന്റെ മുമ്പിൽ അങ്ങയെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ വിടുവിച്ചല്ലോ. നിങ്ങൾക്കറിയാമോ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ചോദിച്ചേ അപ്പോസ്തലനായ പൗലോസേ, അങ്ങയ്ക്ക് പ്രശംസിപ്പാൻ എന്തെല്ലാം ഈ ഭൂമിയിലുണ്ട്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തില് ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, താൻ തന്റെ ജാതിയെ കുറിച്ച് പ്രശംസിക്കുന്നു. ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണെന്ന്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, തന്റെ ഗോത്രത്തെ കുറിച്ച് പ്രശംസിക്കുന്നു. താൻ എബ്രായനാണെന്ന്, പരീശനാണെന്ന്, തന്റെ ശുഷ്കാന്തിയെ കുറിച്ച്, തന്റെ എരിവിനെ കുറിച്ച്, തന്റെ ജലസിനെ കുറിച്ച് അവൻ പറയുന്നു. ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചനാണെന്ന്, തന്റെ ഭൗതിക നീതിയെക്കുറിച്ച്, സ്വയനീതിയെക്കുറിച്ച്, സെൽഫ് റൈച്ചസ്നെസ്സിനെ കുറിച്ച് അവൻ പ്രശംസിക്കുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യനാണ്. എന്നാൽ അവൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നുണ്ട്. ദൈവത്തിന്റെ ദാസൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, എനിക്ക് പ്രശംസിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ ക്രൂശ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രൂശിന്റെ മഹത്വം ദൈവത്തിന്റെ ദാസന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഭൂമിയിൽ നമുക്ക് പുകഴുവാൻ എന്തൊക്കെ ഉണ്ട്? നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബ മഹിമകൾ, നമ്മുടെ ജോലിയുടെ സ്ഥിരത അല്ലെങ്കിൽ ജോലിയുടെ ഉന്നതി, മക്കളുടെ ഭാവി, നാം അനുഭവിക്കുന്ന ഭൗതികമായ പ്രൗഢികൾ, എന്തെല്ലാം എന്തെല്ലാം സ്ഥാനമാനങ്ങൾ, മറ്റുള്ളവരുടെ മേലുള്ള അധികാരം, ഹല്ലേലൂയ, സുന്ദരൻ എന്നുള്ള ടൈറ്റില്, സുന്ദരി എന്നുള്ള ടൈറ്റില്, മറ്റുള്ളവരെക്കാൾ ഉയർന്നവളാണെന്നുള്ളത്, എന്തെല്ലാം 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 ഭൗതികമായി നോക്കുമ്പോൾ നമുക്ക് പുകഴുവാനുണ്ട്. എന്നാൽ കർത്താവിന്റെ ക്രൂശ് കാണുന്ന നിമിഷം അവിടെയുള്ള നോട്ടങ്ങളെല്ലാം മാറി നാം ദൈവസന്നിധിയിൽ പറയും, എനിക്ക് പുകഴുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ ക്രൂശ്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ മെസ്സേജിന്റെ ഉദ്ദേശ്യം അതാണ്. കർത്താവ് നമ്മളോട് ഈ ദൂത് പറയുന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ്. ഈ പാനപാത്രത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഈ പാനപാത്രം എന്തായിരുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ, ഞാൻ കുടിക്കേണ്ട പാനപാത്രം, ഞാൻ കുടിക്കേണ്ട ദൈവത്തിന്റെ കോപം എന്റെ യേശു വാങ്ങി കുടിച്ചല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മറന്നു പോകരുത്, നാം കർത്താവിനെ ആരാധിക്കും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, ദൈവത്തിന്റെ കോപം നിറഞ്ഞ പാനപാത്രം, ആ പാനപാത്രം യേശു വേണ്ട എന്ന് പിക്കുവാൻ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആ പാനപാത്രത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കാൽവറി ക്രൂശിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈവിടപ്പെട്ടു. സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം ഒരു പാപിയെ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിർത്തുമ്പോൾ ആ പാപിയുടെ മുഖത്തേക്ക് എത്ര ക്രൂരതയോടെ നോക്കുമോ? കാരണം പാപത്തെ സഹിച്ചുകൂടാത്തവനാണ് ദൈവം. ഹല്ലേലൂയ, അവൻ സർവശക്തനാണ്. അവൻ പാപത്തെ നോക്കുന്നത് ഭീകരതയോടെയാണ് നോക്കുന്നത്. പാപത്തെ അവിടുന്ന് വെറുക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ അബോമിനേഷൻ ടു ദ ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ സമയം എനിക്ക് കിട്ടുകയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 27-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. 22-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിലും അത് തന്നെ പറയുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നതിന് ഏതാണ്ട് 780 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു, മിശിഹ കാൽവറി ക്രൂശിൽ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയുടെ മധ്യത്തിൽ അവൻ കൈവിടപ്പെടും ദൈവത്താൽ. ദൈവം മുഖം തിരിക്കുക. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, തന്റെ പുത്രന്റെ കഷ്ടത കണ്ടുകൊണ്ടാണ് ദൈവം മുഖം തിരിച്ചത്. അതല്ല. ഹല്ലേലൂയ.
തന്റെ പുത്രൻ സ്വയമേ തെരഞ്ഞെടുത്ത കഷ്ടതയുടെ വഴി കണ്ട് പിതാവിന് കണ്ണുമറക്കേണ്ട കാര്യമില്ല. പിതാവ് കണ്ണുമറച്ചത് പാപി ഹല്ലേലൂയ ക്രൂശിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നത് കണ്ട. പാപി, തന്റെ പുത്രൻ പാപിയായി തീർന്നല്ല, പാപമായി തീർന്നു. അതാണ് 2 കൊരിന്ത്യർ 5:21 പറയുന്നത്. യേശു നമുക്ക് വേണ്ടി പാപിയായി തീർന്നില്ല, അവിടത്തേക്ക് പാപിയാകാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് പാപമായി തീർന്നു. 2 കൊരിന്ത്യർ 5:21 നമ്മളത് വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം കൈവിട്ടു എന്നുള്ളത് കൊണ്ടാണ്, പിതാവാം ദൈവം തന്നെ കൈവിട്ടത് കൊണ്ടാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പുത്രൻ കരയുന്നത്. അതായത് നിത്യത മുതൽ അന്നയോളം പിതാവും പുത്രനും തമ്മിലുണ്ടായിരുന്ന ഫെലോഷിപ്പ് അവിടെ ബ്രേക്കായി. ശ്രദ്ധിക്കണമേ, ഏത് പാനപാത്രത്തെയാ കർത്താവ് ഭയപ്പെട്ടതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും എനിക്കും വേണ്ടി പിതാവിനോടുള്ള സഖിത്വം ചില മണിക്കൂറുകളിലേക്ക് അവിടുന്ന് വിട്ടു. ഓർത്ത് നോക്ക്. ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത ഞാൻ പറയട്ടെ. യു ആൻഡ് ഐ became responsible for a division in the Trinity for that time. You and I, your sin and my sin caused a division in the fellowship of the Trinity there. I believe it is the Holy Spirit speaking to us. That is the reason I am getting that revelation in my heart now. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പുത്രൻ നിലവിളിക്കുമ്പോൾ അവിടെ പുത്രൻ കൈവിടപ്പെടുകയാണ് ചെയ്തത്. ആ ഫെലോഷിപ്പ് ചില നിമിഷങ്ങളിലേക്ക് ബ്രോക്കണായി. ആദ്യം മുതൽ നിത്യത തുടങ്ങിയിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ആദ്യം മുതൽ പിതാവിനോട് കൂടെ ഇരുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ക്രിസ്തു. താഴേക്ക് വായിച്ചവൻ മനസ്സിലായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ആദ്യം മുതൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പൊ വചനം ദൈവത്തോടു കൂടെ ഇരുന്നതാ, ക്രിസ്തു ദൈവത്തോടു കൂടെ ആയിരുന്നു. ആൻഡ് ദൈവം സ്നേഹമാണ്. അവരുടെ മധ്യത്തിൽ ഡിവിഷൻ ഇല്ല. there is no competition. It is a unity. Three persons in one spirit. They were one. But here on the cross of Calvary you see a division where the Son God was forsaken for a couple of human hours, for your sin and for my sin. You know, ഇപ്പൊ മനസ്സിലായോ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തുകൊണ്ട് ആ പാനപാത്രത്തെ ഭയപ്പെട്ടത്? അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവേ, if it is possible എന്ന് ചോദിക്കുമ്പോൾ what does it mean? Is there any other way, oh Lord? My Father, is there any other way? Is there any other way I can fulfill my purpose? ഞാൻ ഈ ഭൂമിയിൽ കടന്നു വന്നത് നിവർത്തിപ്പാൻ മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ പാനപാത്രമല്ലാതെ? ദൈവജനമേ, നാം മറന്നു പോകരുത്. അത്ര തീവ്രതയാണ് കാൽവറി ക്രൂശിലുള്ള കർത്താവിന്റെ മരണത്തിൽ നാം കാണേണ്ടത്. അത് ലാഘവത്തോടെ കാണരുത്. ഒരു ഗുഡ് ഫ്രൈഡേയിൽ ആചരിച്ചു പോകുവാൻ തക്കവണ്ണം ലിമിറ്റഡ് അല്ലത്. നമ്മുടെ ജീവിതകാലം മുഴുവനും ധ്യാനിച്ചാലും we will not even come to a glimpse of it. It is so vast. A human mind can never comprehend it. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി മാറി. ഇനി നമ്മുടെ മെസ്സേജിലേക്ക് കടന്നു വരികയാണ്. What really happened there? He became a propitiation for us. അവിടുന്ന് നമുക്ക് പ്രായശ്ചിത്തമായി മാറി. റോമാലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Romans 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. He became a propitiation. എന്താ propitiation എന്ന് പറഞ്ഞാൽ? എന്താ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ?
Propitiation means sacrifice to satisfy the requirement of justice. Propitiation means sacrifice to satisfy the requirement of justice. നീതി നടപ്പിലാക്കുവാൻ തക്കവണ്ണം അവൻ അനുഭവിച്ച കഷ്ടതയാണ് പ്രായശ്ചിത്തം. അതായത് ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും വ്യക്തിപരമായി അനുഭവിക്കേണ്ട കഷ്ടത കർത്താവ് ഏറ്റെടുത്ത് അനുഭവിച്ചു. ദാറ്റ് ഈസ് ഹൗ ഹി ബിക്കെയിം പ്രൊപ്പീഷിയേഷൻ ഫോർ us. അങ്ങനെയാണ് അവിടുന്ന് നമുക്ക് പ്രായശ്ചിത്തമായി മാറിയത്. ഒരിക്കലും മറന്നു പോകരുത്, കർത്താവ് എനിക്ക് പകരക്കാരനായി തീർന്നു. കർത്താവ് എന്റെ പകരക്കാരനായി മാറി. ഞാൻ നിത്യാഗ്നിയിൽ പോകാതിരിപ്പാൻ, നിത്യനരകത്തിൽ ഞാൻ വീഴാതിരിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് പകരക്കാരനായി പിതാവിന്റെ കോപത്തിന്റെ മുമ്പിൽ അവിടുന്ന് നിന്നു. എന്നിട്ട് എന്നെ സ്വതന്ത്രനാക്കി. വേറെ ഒന്ന് രണ്ട് വചനം കൂടെ പെട്ടെന്ന് ഞാനത് വായിച്ചിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. Turn with me to 1 John chapter 2 verse 2. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. കർത്താവ് നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി മാറി. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി മാറി. നമ്മുടേത് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് അവിടുന്ന് പ്രായശ്ചിത്തമായി. ആര് വിശ്വസിക്കുന്നു അവരുടെ പാപത്തിന് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രായശ്ചിത്തമായി മാറി. ഒരു വാക്യം കൂടെ മുന്നോട്ട്, ഒരു പേജും ഇങ്ങോട്ട് മുന്നോട്ട് മാറ്റുമ്പോൾ 4-ാം അധ്യായം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സ്നേഹത്തിനൊരു വിലയുണ്ട് ദൈവമക്കളെ. ഡോണ്ട് എവർ സേ ദാറ്റ് ഐ ലവ് ഗോഡ്. ഒരിക്കലും പറയരുത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന വില കാണണം. When you and I say that I love God, what is the price that you and I are giving to prove that our love to God? ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്? ഇവിടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ എഴുതി കഴിഞ്ഞു. എങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഇവിടെ എഴുതി. എന്താ? നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിന്റെ തെളിവ് എന്തെന്നറിയാമോ? തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസഭയുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് കരം കൊട്ടി 2 പാട്ട് പാടുന്നതും തൊണ്ട പൊട്ടുന്ന രീതി വചനം പ്രസംഗിക്കുന്നതും, ഹല്ലേലൂയ, 10 പേർക്ക് ട്രാക്ട് കൊടുക്കുന്നതും മാത്രമല്ല സ്നേഹം. അതിന് വില കൊടുക്കുന്നെങ്കിൽ definitely it will be rewarded by God, it will be accepted by God. But that is not the one thing. Here a life is given to prove that he loves us. So how do we love him? We need to give our life back to him. Praise the Lord. കർത്താവ് തന്റെ ജീവനെ തന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്റെ ജീവനെ മടക്കി എന്റെ കർത്താവിന് കൊടുത്തിട്ട് ഞാൻ പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാ പൗലോസ് പറഞ്ഞത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയോ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, anything less than that doesn't prove our love to God. അതിൽ കുറച്ചുള്ളതൊന്നും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ വചനം പറയുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവ് അവിടുത്തെ പുത്രനെ തരുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് മനസ്സായി. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇനിയുള്ള കാലം എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. Praise the Lord. Lord, is there anything which I am holding back from you? അങ്ങയിൽ നിന്ന് ഞാൻ മറിച്ചു പിടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? എന്റേതെന്ന് പറഞ്ഞു ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കുന്നതിന്റെ തെളിവ് എന്തെന്നറിയാമോ? അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, എന്തും അവർക്ക് വേണ്ടി സഹിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതായത് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതാ പ്രൂവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ
എനിക്കുള്ള സകലതും അവന് പകരം കൊടുത്തുകൊണ്ട്, എന്റെ ജീവിതത്തെ മുഴുവനുമായി അവന് കൊടുത്തുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ കഴിയണം. അതുകൊണ്ടാ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ച, അവിടെ എഴുതിയിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ സഹോദരന്മാരെയോ സഹോദരിയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുവാനായിട്ട് സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ജസ്റ്റിസ്. എന്തുകൊണ്ടാണ് പുത്രൻ പ്രായശ്ചിത്തമാകേണ്ടത്? വൈ ഡസ് ഗോഡ് നീഡ് എ പ്രൊപ്പീഷിയേഷൻ? അവനൊരു പകരക്കാരനെ എന്തിനു വേണം? Listen to me very carefully, my brothers and my sisters. This is the center of the message. Why should Jesus have to die on my behalf? എനിക്ക് പകരക്കാരനായി യേശു എന്തിനാ മരിക്കുന്നത്? പിതാവിനെ അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നു? ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപം ഞാൻ ക്ഷമിക്കുകയാണെന്ന് ദൈവത്തിന് പറഞ്ഞാൽ പോരായിരുന്നോ? Why did he have to give up his son on the cross? ദൈവത്തിന് അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? എന്തിന് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടം അനുഭവിച്ചു? No, God cannot forgive a sinner. God has different attributes. ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് he is just. അവിടുന്ന് ന്യായാധിപനാണ്. മുമ്പേ വായിച്ചല്ലോ, പാനപാത്രത്തെ കുറിച്ച് വായിച്ചപ്പോൾ ദൈവം ന്യായാധിപതിയാകുന്നു എന്ന സങ്കീർത്തനം 75 നമ്മൾ വായിച്ചു. He is just. നമ്മളൊക്കെ കേൾക്കുന്നത് God is love എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. എല്ലാം ക്ഷമിക്കുന്നവൻ, എല്ലാം കരുതുന്നവൻ, കരുണ കാണിക്കുന്നവൻ, ദീർഘക്ഷമയുള്ളവൻ. അതൊക്കെ പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും അത് കേൾക്കുവാനും ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എന്നാൽ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ മുഖം ചുളിയുന്നത്, അല്ലേ? One attribute of God cannot exclude is another attribute. ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന് മറ്റൊരു സ്വഭാവത്തെ ത്യജിക്കാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം നീതിയുള്ള ന്യായാധിപനാണെന്ന് പറയണമെങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മൾ ഈ ഭൂമിയിലുള്ള ഒരു ജസ്റ്റിസിനെ നോക്കി, ഒരു ജഡ്ജിനെ നോക്കിക്കൊണ്ട് ഇവൻ നീതിയുള്ളവനാണെന്ന് പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഭൂമിയിലെ ഒരു ന്യായാധിപനെ നോക്കിക്കൊണ്ട് അവൻ നീതിയുള്ളവനാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ കുറ്റവാളികളെ ശിക്ഷിക്കുന്നവനാണ്. ഈ ലോകത്തിൽ കുറ്റവാളികളെ വെറുതെ വിട്ടിട്ടുള്ള ഒരു ന്യായാധിപനെയും ലോകം നീതിമാനെന്ന് പറയത്തില്ല. പറയുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ കൈ മുഴുവൻ രക്തമായിട്ട് ഒരു മനുഷ്യൻ റോഡിന്റെ മുമ്പിൽ നിൽക്കുക. അയാളുടെ മുമ്പിൽ 3-4 കുഞ്ഞുങ്ങളെ അയാൾ കൊന്നിട്ടിരിക്കുക എന്ന് കരുതിക്കോ. എത്ര ബലമില്ലാത്തവരാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ ചാടി ഇറങ്ങിയെന്നിരിക്കും, ഇല്ലേ? അതിന്റെ കൂടെ 2-3 പേരൂടെ ചേർന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ചെന്ന് വെച്ചോ. നമ്മള് കൊലപാതകയായ മനുഷ്യനെ, പാവം കുഞ്ഞുങ്ങളെ കൊന്ന ഒരുവനാ കരുതിക്കോ. അവനെ നമ്മൾ പിടിച്ചു, നമ്മളെല്ലാവരും കൂടെ പിടിച്ച് പോലീസിന് കൊടുത്തു. പോലീസ് അവനെ ജസ്റ്റിസിന്റെ മുമ്പിൽ കൊണ്ടുപോയി, കോർട്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയി. കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. ആ ജഡ്ജി പറയുക എന്ന് വെച്ചോ, ഞാനൊരു നല്ല ജഡ്ജിയാണ്, എനിക്ക് മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും കരുണ തോന്നുന്നവനാ, എന്റെ ഹൃദയം മുഴുവനും സ്നേഹം, അതുകൊണ്ട് ഞാൻ ഈ കുറ്റവാളിക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുക, ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ പറയും he is not fit to be called a judge, he is worse than a criminal, പറയില്ലേ? അങ്ങനാണെങ്കിൽ പാപിയായ മനുഷ്യനെ വെറുതെ വിടുന്ന ദൈവം ജസ്റ്റിസ് ആണെന്നും ജസ്റ്റ് ഉള്ളവനാണെന്നും നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവം നീതിമാനാണെന്ന് അവിടുന്ന് തെളിയിക്കുന്നത് പാപികളെ ശിക്ഷിക്കുമ്പോഴാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ പാപിയൊന്നും അല്ലല്ലോ, ഞാൻ ഇവിടെയാ പാപം ചെയ്ത്, ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു ചിലരുടെയൊക്കെ ഉദ്ദേശം അതാ, ഞാൻ കള്ളം പറയാറില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാറില്ലല്ലോ, ഞാൻ നീതിമാനാണ്. ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കണം, നീതി അവിടെ കാണാം. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുണ്ട് കവിഞ്ഞിരിക്കുക, ഇരുണ്ട് നിറഞ്ഞിരിക്കുക. പുറത്ത് സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ, പക്ഷെ ഹൃദയം മുഴുവൻ ഇരുണ്ട. എന്ത് പ്രയോജനം?
ഇവിടെ നോക്കിക്കേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9 പറയുന്നു, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കറ്റ്. ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് ദ ഡിപ്രാവിറ്റി ഓഫ് മാൻ. മനുഷ്യന്റെ അധാർമികത. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ നോക്കിക്കോ, ആ കുഞ്ഞിൽ കപടമുണ്ട്, ആ കുഞ്ഞിൽ സ്വാർത്ഥതയുണ്ട്, ആ കുഞ്ഞിൽ സെൽഫ് സെന്റേർഡ്നെസ് ഉണ്ട്, ആ കുഞ്ഞിൽ റിബല്യസ് നേച്ചർ ഉണ്ട്. ഇല്ലേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് നോക്കി, അവർ വളർന്നു വരുമ്പോൾ അവർ പിടിവാശി പിടിക്കുന്നത്, അവരുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? കൊച്ചു കുഞ്ഞുങ്ങൾ കള്ളത്തരം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ആരവരെ പഠിപ്പിച്ചു? അവർ വല്ല ഇന്റർനെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. It is a basic instinct. This is the depravity of man, because the word of God says man's heart is deceitfully wicked. അത് മാത്രമാണോ? A foundational truth, an open truth. ദൈവത്തിന്റെ വചനത്തിൽ റോമൻസ് 3:23 പറഞ്ഞു, മുമ്പേ ഞാൻ പറഞ്ഞ വചനം. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ഈ വിശുദ്ധന്മാരാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കി. നമ്മുടെ ചിന്തകളിൽ നമ്മൾ പാപം ചെയ്തിട്ടില്ലേ ദൈവമക്കളെ? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടില്ലേ? ഇല്ലെന്ന് ആർക്ക് പറയുവാൻ കഴിയും? ദൈവവചനം പറയുന്നു, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. വചനം പറഞ്ഞിരിക്കുന്നതാ. കാരണം ദൈവത്തിന് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയാം. നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയില്ലേ? നമ്മുടെ ജീവിതത്തിൽ കോപം വരത്തില്ലേ? നാം അസൂയപ്പെട്ടിട്ടില്ലേ? മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറഞ്ഞിട്ടില്ലേ? പരസ്യവും രഹസ്യവുമായി പറഞ്ഞിട്ടില്ലേ? പലപ്പോഴും നമ്മൾ കരുതുന്നത് ആരും അറിയത്തില്ലെന്ന്. അതൊക്കെ കർത്താവ് അറിയിക്കും. അറയിൽ മന്ത്രിക്കുന്നത് പുരമുകളിൽ ഘോഷിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. നമ്മുടെ ഓരോരുത്തരെയും ശോധന ചെയ്ത് നോക്ക് ദൈവമക്കളെ. ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവം, ഹല്ലേലൂയ, നമ്മളിലേക്ക് നോക്കുമ്പോൾ കുറവുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അനീതി മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവത്തിന്റെ വചനം നോക്കിയേ. ഞാൻ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള കണക്ക് ശരിയാണെങ്കിൽ 31,124 വാക്യങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് ഈ വചനത്തില്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം വരെ 31,124 വാക്യങ്ങൾ ഉണ്ടെന്നാ ഞാൻ കേട്ടത്. ഇതിൽ എത്ര വാക്യങ്ങൾ നമ്മൾ ധിക്കരിച്ചു? ദൈവം എഴുതിയ എത്ര കൽപ്പനകൾക്കെതിരെ നമ്മൾ ജീവിച്ചു? ഈ ഭൂമിയിലെ നിയമങ്ങൾ തെറ്റിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? നോ പാർക്കിംഗ് എഴുതിയെടുത്ത് പാർക്ക് ചെയ്താൽ എന്താ നടക്കുന്നത്? പെനാൽറ്റി വരും അല്ലേ? ചിലപ്പോ പോയിന്റ് പോകും അല്ലേ? എഴുതി വെച്ചിരിക്കുന്ന നിയമം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് ലംഘിച്ചാൽ നമ്മൾ കുറ്റവാളി എന്നാണ് അതിന്റെ പേര് അല്ലേ? ദൈവം എഴുതി വെച്ചിരിക്കുന്ന വചനത്തെ ലംഘിക്കുന്ന നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റവാളികളാ. ആ കുറ്റവാളികളെ ശിക്ഷിക്കുന്നവനെയാണ് ന്യായാധിപൻ എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ന്യായാധിപതിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കുറ്റങ്ങളെ ക്ഷമിക്കും. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, ഈ ലോകത്തിൽ മനുഷ്യരായി ജനിച്ചവരിൽ ആർക്ക് കുറ്റമില്ലാത്തവരായിട്ടുണ്ട്? അപ്പൊ മനസ്സിലായോ? ദൈവം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ പാത്രീഭൂതരായി മാറി ഇല്ലേ? ഹല്ലേലൂയ. കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയേ. കാൽവറി ക്രൂശിൽ 2 സത്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 attributes of God meeting together on the cross of Calvary. കർത്താവിന്റെ ക്രൂശിൽ നമുക്ക് കാണുന്ന ദൈവത്തിന്റെ 2 സ്വഭാവം ഒരുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. എന്താ 2 സ്വഭാവം? Cross of Calvary portrays that God is love. ദൈവം സ്നേഹമാണെന്ന് ലോകത്തെ വിളിച്ചു കാണിക്കുന്നത് കാൽവറി ക്രൂശ. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി തന്റെ പുത്രനെ കാൽവറി ക്രൂശിൽ തന്ന ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നത് കാൽവറി ക്രൂശാണ്. That is one attribute of God, God's love. The other attribute is this, ദൈവത്തിന്റെ നീതി. അതായത് പാപി ശിക്ഷിക്കപ്പെടുന്നത് കാൽവറി ക്രൂശിലാണ് കർത്താവ് കാണിക്കുന്നത്. ഒരു പാപിയെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയുവാൻ ഒരൊറ്റ കാഴ്ച മതി, കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ മതി.
Do you want to know the punishment of sin? Do you want to know how would God punish a sinner? Look at the cross. There you will know. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ കൈവിടപ്പെട്ടപ്പോൾ, ദൈവത്താൽ കൈവിടപ്പെട്ടപ്പോൾ അവിടുന്ന് അനുഭവിച്ചത് എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? He was experiencing eternal hell there for 3 hours. You know what is hell means? നമ്മളൊക്കെ ഹെൽ എന്ന് നരകം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അവിടുത്തെ പുഴു ചാവുന്നില്ല, തീ കെടുന്നില്ല. ഇതൊക്കെ സത്യമാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ഹെല്ലിനെ കുറിച്ചാണ്. ഏറ്റവും ശക്തമായ ഭാഷയിൽ കർത്താവ് സംസാരിച്ചിട്ടുള്ളത് നരകത്തെ കുറിച്ചാണ്. കർത്താവ് എന്ത് സംസാരിച്ചിട്ടുണ്ടോ അതാ ഇന്ന് നമ്മൾ സംസാരിക്കാത്തത്. He was experiencing eternal hell on the cross. Why? I tell you. You know, hell is the place. Hell is the only place which was forsaken by God. ദൈവം കൈവിട്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതാണ് നരകം. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് നരകമാണ്. ഭൂമിയിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ പ്രപഞ്ചത്തിലും ദൈവ സാന്നിധ്യമുണ്ട്. വചനം പറയുന്നു, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ഈ ഭൂമിയിൽ ദൈവ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരേ ഒരു സ്ഥലം നരകമാണ്. കാൽവറി ക്രൂശിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറിയെന്ന. He was experiencing the fire of hell there, where he was forsaken by God. നിങ്ങളും ഞാനും നിത്യ നരകത്തിൽ അനുഭവിക്കേണ്ട നിത്യത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇൻഫിനിറ്റ് ഗോഡ് 3 മണിക്കൂർ കൊണ്ട് അനുഭവിച്ച് നമ്മളെ വെറുതെ വിട്ടു. I hope you understand what I am saying. ഈ സത്യത്തെ പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കെന്നല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല. അത്രമാത്രം ആഴമേറിയ തിരുവചന സത്യമാണിത്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ യേശു മരിച്ചത്. I won't be able to preach it the way it was really ordained. എനിക്കിത് പ്രസംഗിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ, ഈ മെസ്സേജ് പറയുന്നതിന് മുമ്പിൽ മുഴങ്കാൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധി കണ്ണുനീരൊഴുക്കി. I can't preach this topic, oh Lord. I don't have the wisdom to preach. ദാനിയേലിന്റെ സിംഹക്കുഴിയെ കുറിച്ചോ, ഹല്ലേലൂയ, യെരിഹോ മതിൽ തകർന്നു വീണതിനെ കുറിച്ചോ, ചെങ്കൽ 2ആയി പിളർന്നതിനെ കുറിച്ചോ, ഫറവോയുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചതിനെ കുറിച്ചോ ഒരു മനുഷ്യന് ഭാവന വെച്ച് പറയുവാൻ കഴിയും. എന്നാൽ കാൽവറി ക്രൂശിൽ യേശു അനുഭവിച്ച കഷ്ടത ഒരു മനുഷ്യന്റെയും ഭാവനയിൽ വരുന്നതല്ല. ഹല്ലേലൂയ. നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട കഷ്ടം യേശു കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി അനുഭവിച്ചു. പിതാവ് കൈവിടുന്നത്, താൻ കൈവിടപ്പെടുന്നത്, നിത്യനരകത്തിന്റെ അനുഭവം, പിതാവില്ലാത്ത ഒരു സമയം യേശു കർത്താവ് ആ അന്ധകാരം യേശു ക്രൂശിൽ അനുഭവിച്ചു. അവിടുന്ന് നരകത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്തിന്? നമ്മൾ കടന്നു പോകാതിരിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, കർത്താവ് മരിച്ചതിന് ശേഷം നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം സമർപ്പണം, ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള അവന്റെ ഹല്ലേലൂയ ത്യാഗത്തിന് ശേഷം ഈ ലോകത്തിന് വരുന്ന മെസ്സേജാണിത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാനും നിങ്ങളും ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക.
ഞാൻ മരിക്കേണ്ടയിടത്ത് എന്റെ യേശു എനിക്ക് പകരക്കാരനായി മരിച്ചു. He took my role where I was supposed to die, where I was supposed to stand before the justice of God, before the law of God. Jesus stood himself and faced it. ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടിയിടത്ത് പിതാവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ, ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ എനിക്ക് പകരക്കാരനായി യേശു നിന്നു. അതാ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു പാട്ടുകൊണ്ട് തീരുന്നതല്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ഒരു ജീവിതകാലം മുഴുവനും പാടിയാലും തീരുന്നതല്ല വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, അവിടുന്ന് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം ചെയ്യേണ്ടു? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണെ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് തന്ന രക്ഷയുടെ പാനപാത്രം എടുത്ത് എനിക്ക് വേണ്ടി സ്വർഗം ചെയ്ത രക്ഷയെ ഉയർത്തി സകല ജനവും കാണെ എന്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തിപ്പാടും. Let me conclude my message. What is the proof that God loved us? The only proof, what we read from 1 John chapter 4 verse 10. 1 യോഹന്നാൻ 4:10 പറഞ്ഞു, അവൻ നമ്മളെ സ്നേഹിച്ചത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ ഏൽപ്പിച്ചു തന്നിട്ടാ. നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പകരമായി അവിടുത്തെ പാദപീഠത്തിൽ കൊടുത്തിട്ടാ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ദാസൻ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ദാസി, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും, അങ്ങയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അവിടുന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിച്ചു പോകേണ്ടിടത്ത്, ഞാൻ നിത്യനരകത്തിൽ പോകേണ്ടിടത്ത് നിന്ന് എന്നെ അങ്ങ് വീണ്ടെടുത്ത് മോചനദ്രവ്യം കൊടുത്ത്, റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ മോചനദ്രവ്യം കൊടുത്ത് അടിമത്വത്തിൽ നിന്ന് അങ്ങനെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ ആരുടെ അടിമയാ? അങ്ങയുടെ അടിമയാണ്. ഐ ആം യുവർ സെർവന്റ്. ഇന്നത്തെ രാത്രി നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ശ്രേഷ്ഠകരമായി തിരുവചനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രൂശിന്റെ വചനമാണ്. ദിസ് ഈസ് ദ സെന്റർ ഓഫ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ കാതലാണിത്. ഇതിനെ മാറ്റിയൊരു സുവിശേഷമില്ല, ഇതിനെ മാറ്റിയൊരു സുവിശേഷമില്ല. ഇതാണ് കൃപയുടെ സുവിശേഷം. ദിസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ ക്രൂശിനെ ധ്യാനിക്കാം ദൈവമക്കളെ. മുന്നോട്ടുള്ള നാളുകളിൽ ഈ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ നമുക്ക് പോകാം. ഈ ക്രൂശിനെ ചുംബിക്കാം നമുക്ക്. ഹല്ലേലൂയ. കർത്താവിന്റെ തേജസ്സേറിയ മഹത്വമേറിയ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ കർത്താവിനെ സേവിച്ച് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം.